ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണേ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയുടെ തോട്ടമൊക്കെ പോയി എസ്റ്റേറ്റ് ഒക്കെ പോയി കണ്ടിട്ട് അലീന വന്നു. അവിടെ നടക്കുന്ന കുറേ പാഴ്ചെലവുകളും അതുപോലെ തന്നെ കുറേ എന്തിനാ പറയുക, വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ വെറുതെ വാരിക്കോരി പൈസ ചിലവാക്കുന്നു. പണത്തിൻ്റെ അഹങ്കാരം എന്ന് തന്നെ നമ്മുടെ അലീനയ്ക്ക് മനസ്സിലായി, സ്റ്റാൻലിക്ക്. അതുകൊണ്ട് തന്നെയാണല്ലോ ആര് ചോദിക്കുമ്പോഴും എപ്പോൾ വേണമെങ്കിലും പൈസ വാരിക്കോരി എടുത്ത് കൊടുക്കുന്നത്. പക്ഷേ വല്ല അനാഥാലയത്തിനോ അങ്ങനെയൊക്കെ വല്ലതുമാണ് കൊടുക്കുന്നതെങ്കിലും കുഴപ്പമില്ലാന്ന് അലീന പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊട്ടും ഇഷ്ടപ്പെട്ടുമില്ല. ലാസ്റ്റ് ചെക്ക് ഡാം കയറ്റിയതിന് കുറ്റം പറഞ്ഞപ്പോഴത്തേക്കും മാത്രം നമ്മുടെ അലീനോട് പറഞ്ഞു, വേണ്ട ചെക്ക് ഡാം കിട്ടുന്നില്ല മോളെ എന്ന് പറഞ്ഞ് ഏതായാലും ആ ഒരു കാര്യം മാത്രം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ പറഞ്ഞു. ഏതായാലും വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഔതക്കുട്ടിയും പറഞ്ഞു, അത് പിന്നെ അവൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല സ്റ്റാൻലി നല്ല ലാലിച്ചൻ എന്നാണല്ലോ വിളിക്കുന്നത്. അവൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല ലാലിച്ച. അവൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് ശരി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവളുടെ ശരിയും തെറ്റും കണ്ടുപിടിച്ചിട്ട് അവൾ പറയുന്നത് കേട്ടനുസരിച്ച് എല്ലാം ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അല്ല, ഞാൻ ഇനിയിപ്പോൾ ചെക്ക് ഡാം കെട്ടണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചൻ ഓർത്തോ, ഞാൻ ഇനി അവൾ പറയുന്നതെല്ലാം പറഞ്ഞത് കേട്ട് അനുസരിച്ച് ഞാൻ അവളുടെ മുമ്പിൽ ഒരു വാലാട്ടിപ്പട്ടിയെ പോലെ നിൽക്കുന്ന ഓർത്തോ, അല്ലെങ്കിൽ അവൾ കീ കൊടുത്താലോ ഓടുന്ന പാവേനെ പോലെ നിൽക്കുന്ന ഓർത്തോ? അതൊന്നും നടക്കത്തൊന്നുമില്ല. അവൾ പറയുന്ന പകുതി കാര്യവും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവൾ എന്തൊക്കെ പറഞ്ഞാലും അത് ഞാൻ അംഗീകരിച്ച് കൊടുക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഔതക്കുട്ടി പറയുന്നുണ്ട്, എടാ സ്റ്റാൻലി, അവൾ പറയുന്നത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദോഷവും എനിക്ക് തോന്നുന്നില്ല. ഈ ദൂർത്തടുപ്പ് എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ സത്യങ്ങളൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ അലീനയുടെ കൂടെ കൂടിയിട്ട് അലീനയുടെ വല്യപ്പച്ചനും എന്നെ താങ്ങാൻ തുടങ്ങിയെങ്കിലേ ഞാനും അങ്ങോട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയാം. എനിക്ക് നന്നായിട്ട് പറയാനായിട്ട് അറിയാം. അല്ല, ഇതൊക്കെ ആര് കാരണം ഉണ്ടായത്? എന്നെക്കൊണ്ടും പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുകയും പറയിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുത്തി വേദനിക്കാൻ പോകുന്നത് അത് അലീനയുടെ വല്യപ്പച്ചൻ തന്നെ ആയിരിക്കും, എൻ്റെ അപ്പച്ചൻ തന്നെ ആയിരിക്കും. ഇത്രയൊക്കെ വഷളായതും ഞാൻ ഇങ്ങനെ ആയി തീരാൻ കാരണവും എല്ലാത്തിനും ഒരേ ഒരു കാരണക്കാരൻ എൻ്റെ അപ്പച്ചനല്ലേ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. എന്തു പറയാനാ ഇത്രയും പറയുമ്പം? ഒന്നും മിണ്ടാതെ ഔതക്കുട്ടി ഇരിക്കുക. കാരണം ഔതക്കുട്ടി കാരണം തന്നെയാണ്. ഔതക്കുട്ടി അന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന അലീന അനാഥാലയത്തിൽ പോവില്ലായിരുന്നു. അലീന എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജയന്തിയുടെയും ലാലിച്ചൻ്റെയും മകളായിട്ട് ഇവിടെ വളർന്നേനെ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് കേട്ടോ നമ്മുടെ സ്റ്റാൻലി. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ലല്ലോ. ഈ പറയുന്ന നമ്മുടെ ഔതക്കുട്ടിച്ചായൻ്റെ ഓരോറ്റ നിർബന്ധപ്രകാരമാണ് ഈ കല്യാണവും ഒക്കെ നടത്താതിരുന്നത്. പക്ഷേ ഔതക്കുട്ടിച്ചായൻ്റെ അമ്മയ്ക്ക്, ഔതക്കുട്ടിച്ചായൻ്റെ ഭാര്യയ്ക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റാൻലിയുടെ അമ്മയ്ക്ക് ഇതിനോട് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റ കാലയിൽ നിന്ന് തപസ് ചെയ്ത് അതുപോലെ തന്നെ ജാതി വേറെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഔതക്കുട്ടി തന്നെയാണ് ഈ കല്യാണം മുടക്കി വിട്ടത്. അപ്പം വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം കൂടുതൽ ഇതിനെല്ലാം കാരണക്കാരൻ ആരാ? എൻ്റെ അപ്പച്ചൻ തന്നെയാണ്. ആ അപ്പച്ചനാണ് എൻ്റെ ഫ്രണ്ടിലിരുന്ന് ഇപ്പം ന്യായം പറയാൻ വരുന്നത് എന്നോർത്തോണം എന്ന് തന്നെ പറയാതെ പറഞ്ഞു. അപ്പോഴത്തേക്കും വല്യപ്പച്ചൻ്റെ വായ അടഞ്ഞു പോയത് കേട്ടോ. ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ പുതിയ വേലക്കാരിയൊക്കെ എത്തുകയാണ് കേട്ടോ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ. ഇനിയിപ്പോൾ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ആ വേലക്കാരിക്ക് എന്തൊക്കെ പ്രയത്നം എടുക്കേണ്ടി വരും എന്ന് നമ്മുടെ കൃഷ്ണയും ബബിതയും രോഹിത്തും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേലക്കാരി വന്ന് വായിച്ച വേലക്കാരിനെ കൊണ്ടുവന്ന് ചിട്ടങ്ങളൊക്കെ പഠിപ്പിക്കുകയാണ്. ഇതാണിത്, അവിടെയാണ് മറ്റത്, ഇവിടെയാണ് മറ്റത്, മറിച്ചത് അവിടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാഷ് ബേസിൻ ഇവിടെയാണ്, വാഷിംഗ് മെഷീൻ ഇവിടെയാണ്, ഫ്രിഡ്ജ് അവിടെയാണ്, ആ വേല ചെയ്യണം ഈ വേല ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചട്ടമൊക്കെ എല്ലാം പഠിപ്പിച്ച് ഇങ്ങനെ നടക്കും. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പുറകെ നടന്ന് എല്ലാമൊക്കെ കാണുകയൊക്കെ ചെയ്തു. അപ്പം നമ്മുടെ പിള്ളേരെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി, ഇതാണ് ഇനി മുതൽ സെർവൻറ്റ്, ഇവളാണ് ഇനി കിച്ചണിൽ കയറുന്നത്, ഇനി ഇവിടെ ആരും കിച്ചണിൽ കയറി കണ്ടുപോകരുത്, ഇവളെല്ലാം ഉണ്ടാക്കിക്കോളും എടുത്തോളും എന്നൊക്കെ പറഞ്ഞു. ഏതായാലും പുള്ളിക്കാരി എല്ലാം നിന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്രയ്ക്ക് പന്തിയല്ല, നമ്മുടെ വൈജയുടെ സ്വഭാവം അത്രയ്ക്ക് ക്ലിയർ അല്ല. പുള്ളിക്കാരി ഇച്ചിരി സ്ട്രിക്റ്റാണ്, വൈജ ഇച്ചിരി അഹങ്കാരിയാണ് എന്നൊക്കെ ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒറ്റ ഭാവത്തിൽ തന്നെ മനസ്സിലാക്കി കളയൂല്ലോ. നമ്മുടെ വൈജയന്തി അങ്ങനെയാണല്ലോ, മനസ്സിലാക്കിപ്പിച്ച് കളയും. അപ്പോൾ അങ്ങനെ ഈ പുള്ളിക്കാരി ഇങ്ങനെ വന്നു നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോളും രോഹിത്തും ബബിതയും ഇങ്ങ് വന്നിട്ട് ചോദിക്കുകയാണ്, അത് പിന്നെ ചേച്ചി ഇവിടെ ജോലിക്ക് വന്നതല്ലേ, സെർവൻ്റായിട്ട് വന്നതല്ലേ, കയ്യിൽ വല്ല വെട്ടുകത്തിയോ വാക്കത്തിയോ ഘടികാരയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അല്ല അതെന്താ മക്കളെ അങ്ങനെ ചോദിച്ചത്? അതെന്താ വാക്കത്തിയും വെട്ടുകത്തിയും
ആയുധങ്ങളും ഒക്കെ എന്തിനാ? ഞാൻ പറമ്പിൽ പണിയാനൊന്നും അല്ലല്ലോ വന്നത്, ഞാനിവിടെ അടുക്കളപ്പണിക്ക് വേണ്ടിയല്ലേ വന്നത് എന്ന് പറഞ്ഞപ്പം എന്ത് പണിക്കാണെങ്കിലും നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്കല്ലേ വന്നിരിക്കുന്നത്. അതും വൈജയന്തിയുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ബാലചന്ദ്രന്റെ ഭാര്യ വൈജയന്തിയുടെ സെർവൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇതൊക്കെ വേണ്ടി വരും, ഇങ്ങോട്ടല്ലേ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെന്താ ഇങ്ങനെ ഒരു ടോക്ക്, ഇതെന്താ ഇങ്ങനെ ഇവർ പറഞ്ഞത് എന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ വേലക്കാരി. ഏതായാലും വേലക്കാരി ഇനിയിപ്പോൾ അവിടെ കിടന്ന് മൂക്കുകൊണ്ട് ഇക്ഷ ഇണ്ണ ഇത്ര ഇപ്പൊക്കെ വരയ്ക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ വൈജയുടെ കാര്യം നന്നായിട്ട് അറിയാമല്ലോ. ഏതായാലും വൈജ മക്കൾക്കും വിളിച്ച് വാണിംഗ് കൊടുക്കുകയാണ്, അടുക്കളയിൽ കയറരുത്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കരുത്, എന്തു വേണമെങ്കിലും നിങ്ങൾ അവളോട് പറഞ്ഞാൽ മതി, നിങ്ങൾ കൂടുതൽ അടുക്കളയിൽ കയറി കൂടുതൽ പാചകം ചെയ്ത് കഷ്ടപ്പെട്ട് നിങ്ങളുടെ പഠിക്കാനുള്ള സമയം കളയണ്ട, നിങ്ങളിരുന്ന് പഠിച്ചാൽ മാത്രം മതി എന്ന് പുതിയ ഓർഡറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിത ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അമ്മേ? ഞങ്ങൾക്ക് ഉണ്ടാക്കാനും വിളമ്പാനും വെച്ചു കൊടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു, ഇതൊക്കെ എന്തിനാണ് വെറുതെ, ഇതൊക്കെ പ്രഹസനമല്ലേ? അലീന ചേച്ചിയോടും അതുപോലെ എൻ്റെ അച്ഛനോടും കാണിക്കുന്ന വെറും പ്രഹസനമല്ലേ അമ്മ ഇതൊക്കെ കാണിക്കുന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കി തരില്ലേ? ഞങ്ങൾക്ക് കൈ ഉണ്ടല്ലോ, അതല്ല മക്കൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അഭിമാനിക്കുമല്ലേ ചെയ്യേണ്ടത്? അതും മാത്രമല്ല, അമ്മ പണ്ട് ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യാത്തതിന് എന്തൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. രാവിലെ എണീക്കത്തില്ല, ഒന്ന് കിച്ചണിൽ കയറത്തില്ല എന്നൊക്കെ. ഇപ്പം ഞങ്ങളെല്ലാം ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും അമ്മയ്ക്ക് കണ്ണിന് കണ്ടുകൂടാ. ഇത് അലീന ചേച്ചിയോടുള്ള കണ്ണിക്കടി, അമ്മയുടെ കണ്ണിക്കടി അതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബബിത നിർത്തുന്നുണ്ടോ? നിനക്കേ ഇച്ചിരി നാക്കിന് നീളം കൂടുതലാ, അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്തു പറഞ്ഞാലും നിനക്കിപ്പോൾ തർക്കുത്തരം അവൾ പഠിപ്പിച്ചതായിരിക്കും. എടി ഒന്നെങ്കിലും നീ എൻ്റെ കൂടെ നിന്നവളല്ലേ എടി, അവൾ ഈ വീട്ടിൽ നിന്ന് വെളിയിലാക്കാൻ വേണ്ടി എൻ്റെ കൂടെ നിന്നവളല്ലേ എടി നീ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, എന്ത് ചെയ്യാൻ, അങ്ങനെ ഒരു അബദ്ധം എനിക്ക് സംഭവിച്ചു പോയി, അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, പിന്നെയല്ലേ ഞാൻ തിരിച്ചറിഞ്ഞത് ആരുടെ ഭാഗത്താണ് ന്യായം ശരിയെന്നൊക്കെയെന്ന് തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണ പറഞ്ഞു, ബബിത ചേച്ചി വേണ്ട, ബബിത ചേച്ചി പോയി ഇരുന്ന് വല്ലതും പഠിക്ക്, വേണ്ട, വെറുതെ ഒരു വഴക്കുണ്ടാക്കണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട, എന്തിനാ വെറുതെ, ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമല്ല സർവൻറ്റും കൂടെ ഉണ്ട്, ഇതെല്ലാം കൂടെ സർവൻറ്റും കൂടെ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. ഏതായാലും ബാലചന്ദ്രനും സർവൻറ്റ് വന്ന കാര്യം അറിയുന്നുണ്ട്. നമ്മുടെ ബാലചന്ദ്രൻ 2 ചാട്ടവും തുള്ളലും ഒക്കെ ബാലചന്ദ്രൻ്റെ വകയും അവിടെ നടത്തുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സീനെന്ന് പറയുന്നത്, അത് ആദ്യം കാണിക്കുന്ന സീനായിരിക്കും കേട്ടോ. നമ്മുടെ അലീന പറഞ്ഞ് വീണ്ടും 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 എത്തിച്ചെല്ലുന്നത്, ഞാൻ അനാഥാലയത്തിലല്ലായിരുന്നോ, ഞാൻ അങ്ങനെയല്ലായിരുന്നോ, ഞാൻ അവിടെ ആയിരുന്നല്ലോ, ഞാൻ അനാഥാലയത്തിൽ വെച്ച്, എങ്ങനെ എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ആർക്കാണെങ്കിലും ഇച്ചിരി ദേഷ്യം വരും. ഏതായാലും ഇങ്ങനെ എന്തോ കാര്യം ഇങ്ങനെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ അവിടെ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ അവിടെയല്ലേ ജനിച്ചു വളർന്നത്, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് പറയാൻ വന്നപ്പോഴത്തേക്കും ഇനി മിണ്ടിപ്പോകരുത്, നീ ഇനി ഇത് ആവർത്തിക്കരുത്, നീ കുറേ നേരമായാലോ പറയാൻ തുടങ്ങിയിട്ട് അഹങ്കാര വർത്താനം, നീ അവിടെ ആയിരുന്നു, ഇവിടെ ആയിരുന്നു, ഓഫനേജിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഹങ്കാര വർത്താനം പറയാൻ തുടങ്ങിയല്ലോ, മിണ്ടിപ്പോകരുത്, ഇനി അതിനെക്കുറിച്ച് ഇനി ഇവിടെ പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു കേട്ടോ. ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും ആദ്യമായിട്ട് അലീനോട് അങ്ങനെ ദേഷ്യപ്പെടുന്നത്. അലീനോട് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ അലീന പറഞ്ഞു, അത് പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കുന്നത്? നിങ്ങൾക്കാർക്കും എന്നെ ചുമക്കാൻ പറ്റത്തില്ലെങ്കിൽ, നിങ്ങൾക്കാർക്കും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്നെ ഞാൻ വന്ന സ്ഥലത്ത് തന്നെ കൊണ്ട് വിട്ടേരെ, എന്നെ അവിടെ തന്നെ കൊണ്ടാക്കിയേരെ, അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പം പിന്നെ ഞാൻ പറയുന്നതൊക്കെ ധിക്കാരമാണെന്നും ഞാൻ പറയുന്നതൊക്കെ നന്ദികേടാണെന്നൊന്നും പറയില്ലല്ലോ. എന്നെ അവിടെ തന്നെ കൊണ്ടാക്കിയേരെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഈ കൊട്ടാരം വേണം, മണിമാളിക വേണം, അതുപോലെ തന്നെ ആഭരണം വേണം, ഡ്രസ്സ് വേണം എന്നൊന്നുമില്ല. ഈ അലീനയ്ക്ക് ഒരു പായും ഒരു തലകണയും ഉണ്ടെങ്കിൽ എവിടെ ജോലി ചെയ്താണെങ്കിലും ഈ അലീന ജീവിക്കും. എനിക്ക് പറ്റിയ സ്ഥലം ഓഫനേജ് ആണെങ്കിൽ എന്നെ അവിടെ കൊണ്ടാക്കിയേരെ, എന്നെ എന്തിനാ, ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ എന്നുള്ള രീതി ചോദിച്ചു. അപ്പോഴത്തേക്ക് സ്റ്റാൻലി ഒന്നും മിണ്ടിയില്ല. സ്റ്റാൻലി ദേഷ്യം വന്ന് അങ്ങ് പോയി. അലീന ഭയങ്കരമായിട്ട് കരഞ്ഞു കേട്ടോ. അലീന കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഔദക്കുട്ടി ചെന്നിട്ട് മോളെ എന്താ മോളെ ഇത്, മോൾ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അപ്പം ഔദക്കുട്ടി തന്നെ പറഞ്ഞു, എനിക്കറിയാം നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി, അവനൊരു മുരടനായിപ്പോയി, അവൻ അങ്ങനെയാണ്, കണ്ടില്ലേ അവൻ പുനരൂര് പോലും വന്ന് നിൽക്കാത്തതിൻ്റെ അവൻ്റെ ഈ സ്വഭാവം കാരണമാണ്, അവൻ ഇങ്ങനെ ഒരു സ്വഭാവം ആവാൻ കാരണക്കാരനും ഞാൻ തന്നെയാണ്. കാരണം അന്ന് അവന് നിന്റെ അമ്മയെ നഷ്ടപ്പെട്ടപ്പോഴുണ്ടായ ആ ഒരു മനോവേദന അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് അത് തരണം ചെയ്ത് അവൻ ഒരുപാട് തരണം ചെയ്ത് വന്നപ്പം അവൻ്റെ ഒരു ഹൃദയം അങ്ങനെ ആയിപ്പോയി, അവനൊരു അലിവോ ആരോടും ഒരു മനസാക്ഷിയോ ഒന്നും ഇല്ലാതായി പോയി. അതിനിപ്പോൾ എന്ത് ചെയ്യാനോ, മോക്ക് മാത്രമേ അവനെ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. മോൾ അവനെ ഇട്ടിട്ട് പോയാൽ പിന്നെ അവന് ഇനിയിപ്പോൾ ആരുമില്ല.
കാരണം മോൾക്ക് മാത്രമേ ഇതിനെല്ലാം ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. മോള് പറഞ്ഞാൽ കേൾക്കും, മോള് പറഞ്ഞാൽ അവൻ കേൾക്കും, അനുസരിക്കും. അപ്പോൾ അതുകൊണ്ട് മോള് വിഷമിക്കണ്ട, മോൾ അവൻ്റെ കൂടെ നിൽക്കണം. ഈ അപ്പച്ചനുണ്ടല്ലോ, വല്യപ്പച്ചനുണ്ടല്ലോ, നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് വന്ന് പറയാം. പിന്നെ ഇതിനൊക്കെ ഒരു കാരണക്കാരൻ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് മോൾ ഒരിക്കലും അവനെ കുറ്റപ്പെടുത്തണ്ട. അവൻ്റെ ആ ഒരു ദേഷ്യമൊക്കെ നമുക്ക് തന്നെ മാറ്റിയെടുക്കാം. മോളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, മോളൊക്കെ അത് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നമ്മുടെ അലീന പറഞ്ഞു, വല്യപ്പച്ച എനിക്കിതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എപ്പോഴേലും ഓർഫനേജിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെയല്ലേ 10-23 വർഷം വളർന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് പറഞ്ഞു അങ്ങനെ ആയിപ്പോയി. ഞാൻ അവിടെയല്ലേ, എനിക്ക് ആ നന്ദികേട് എനിക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്തെങ്കിലും ഒരു കന്നന്തിരിവ് കണ്ടാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അനാവശ്യമായിട്ട് ആരെങ്കിലും ചിലവാക്കുന്നത് കണ്ടാൽ, അപ്പോൾ അതിപ്പം ഒരു 2 ചോറും പറ്റ് കൂടുതൽ നിലത്ത് വീണാൽ കൂടി തന്നെ എനിക്ക് വിഷമമാകുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞങ്ങൾ പല വീടുകൾ തോറും ഇറങ്ങി തെണ്ടി കഴിച്ചിട്ടുണ്ട്. അതുപോലെ ഭക്ഷണത്തിനും മാത്രമല്ല വസ്ത്രത്തിനൊക്കെ വേണ്ടി ഞങ്ങൾ അതുപോലെ തെണ്ടി നടന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഓർഫനേജിൽ ഒത്തിരി ആൾക്കാർ പട്ടിണി കിടന്നിട്ടുണ്ട്. ഒരുമിച്ച് ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. കഞ്ഞി തികയാഞ്ഞിട്ട് വെള്ളവും കൂട്ടി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് എനിക്ക് ഇവിടുത്തെ ഒരു ദൂർത്തെടുപ്പ് കാണുമ്പോഴത്തേക്കും അത് ഞാൻ ചോദ്യം ചെയ്യുന്നത്, അത് എൻ്റെ പപ്പയാണല്ലോ ഇത് ചെയ്യുന്നത് എന്ന് ഓർത്തിട്ടല്ലേ, ആ ഒരു ഇതുള്ളത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീനയെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ ഔതക്കുട്ടിയും, മോളെ സാരമില്ല പോട്ടെ, നമുക്ക് അവനെ മാറ്റിയെടുക്കാം, നിനക്ക് പറ്റത്തുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ, ഏതായാലും മോള് ക്ഷമിക്ക്, സഹിക്ക്, മാറിക്കോളൂ, അവൻ നമുക്ക് മാറ്റിയെടുക്കാം. അവൻ കണ്ടില്ലേ, അവൻ നീ ചെക്ക് ഡാം പണിയാന്ന കാര്യം തന്നെ പറഞ്ഞപ്പോഴത്തേക്കും നീ ഒന്ന് സമാധാനിച്ചപ്പോൾ, അല്ലെങ്കിൽ നിന്റെ ഒറ്റ നോട്ടത്തിൽ അവനത് മനസ്സിലായി. അപ്പം അവന് മനസ്സിലാകാഞ്ഞിട്ടല്ല, അവനെല്ലാം മനസ്സിലാകും, നമുക്ക് അവനെ കൊണ്ട് മനസ്സിലാക്കിപ്പിച്ചെടുക്കാം, മോള് വിഷമിക്കുമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും കൃഷ്ണയും ബബിതയും രോഹിത്തും ഒക്കെ വിളിച്ച് അലീനയോട് പുതിയ സർവൻറ്റിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. ചേച്ചി അടുത്ത ആൾ വന്നിട്ടുണ്ട്, ചേച്ചി രക്ഷപ്പെട്ടു, ഇനിയിപ്പോൾ അടുത്തൊരു ആളിവിടെ എത്തിയിട്ടുണ്ട്, ഇനിയിപ്പോൾ അതിനെ എന്തൊക്കെയാണോ എൻ്റെ അമ്മ ഇട്ട് ചെയ്യാം, നമ്മുടെ അമ്മ ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഏതായാലും അലീന ചേച്ചിയെപ്പോലെ ഒരിക്കലും ഞങ്ങൾക്ക് ഒരു സർവൻറ്റ് വന്നാലും ആവില്ലെന്നറിയാം. എങ്കിലും അലീന ചേച്ചിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ ഇനി അടുക്കളയിൽ കയറില്ലെന്നാണ് ഓർഡർ. അതുകൊണ്ട് എന്തൊക്കെ ഭക്ഷണമാണോ ഇനി ഉണ്ടാക്കി തരാൻ പോകുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അലീന ചേച്ചി എന്ന് പറഞ്ഞാൽ അലീന ചേച്ചിയോട് സങ്കടവും പരാതിയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അലീന ഇവിടുത്തെ കാര്യങ്ങളും മെസ്സേജ് പോയ കഥയും ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. അപ്പോൾ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. നമ്മൾ രാവിലെ ഇന്ന് ഫുൾ വിശേഷവുമായിട്ടും വൈകിട്ട് ഇന്ന് പ്രമവിശേഷമായിട്ടും വരുന്നുണ്ട്. ഇന്ന് രാവിലത്തെ ഫുൾ വിശേഷം നമ്മൾ ഇടാതെ ഇരുന്നത്, കറണ്ട് ഇല്ലായിരുന്നു ഇവിടെ, അതുകൊണ്ടാണ്. നമ്മൾ ഡെയിലി കറണ്ട് ഇല്ലെങ്കിൽ വിശേഷം പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് കറണ്ടൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വിശേഷം ഇടാതിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് അപ്കമിങ് വിശേഷങ്ങൾ, വരാനിരിക്കുന്ന വിശേഷങ്ങൾ നമ്മൾ ഇടുന്നുണ്ട്. അതും മറക്കാതെ എല്ലാവരും ഒന്ന് പോയി കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ മഴയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണിപ്പം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫ് ആകുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.